എക്സ്ട്രാ റോഡ്, അബുദാബി. കാർഷിക മേഖലയിലും ഈ ദേശം അതിന്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നാളികേരവും നെൽകൃഷിയുമായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ. കടലിറങ്ങി മൺകൂനകൾ നിറഞ്ഞ ഇട്ടലുകൾ മാത്രമായിരുന്ന ഈ ഗ്രാമത്തെ കാർഷിക വിളകൾ കുതകും വിധം പാകപ്പെടുത്തി ഫലപുഷ്ടി നിറഞ്ഞ ഭൂമിയാക്കി മാറ്റുന്നതിനും പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാക്കുവാനും ഈ ദേശത്തെ പൂർവികർ ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ടാവണം. 1960-കൾ വരേക്കും മാട്ടൂൽ സൗത്ത് മുനമ്പിൽ നിന്നും പത്തേമാരി വഴി ബോംബെ, മദ്രാസ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്നും തേങ്ങ കയറ്റുമതി ചെയ്തിരുന്നു. പത്തേമാരി ബോംബെ ഗുജറാത്തിൽ നിന്ന് പത്തേമാരും കോട്ടിയകൾ എല്ലാം മഞ്ജു എല്ലാം ഇവിടെ വരച്ച് ഈ അഴീക്കൽ തുറമുഖത്തിൽ അവിടെ അന്നിവിടെ വെള്ളം നിറഞ്ഞ് കിട്ടാറില്ല. എന്നാൽ സബക്ക മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളാണ് ഒരു കിണർ വെച്ച് കൊടുത്തത്. ഇത് വെള്ളം കൊണ്ടുപോകാൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അത് ധാരാളം ഉണ്ടാകുന്നുണ്ട്. 10-15 പത്തേമാരിയിലുണ്ടാവും. അത് ബോംബെയിൽ നിന്നാണ് വരുന്നത്. ബോംബെ ഗുജറാത്തിൽ നിന്നും വളപട്ടണത്തൊക്കെ വരാൻ അതിനിടെ മാട്ടൂൽ മുനമ്പിനുകൾ വെക്കും. എന്നിട്ട് തേങ്ങ മരം എല്ലാവരും കയറ്റിയിട്ട് പോകാൻ. അത് പത്തേമാരി ഇവിടുന്ന് വളപട്ടണം അഴിമുഖത്തുനിന്ന് പോകുന്നത്, അതായത് ചരക്ക് കയറ്റിയിട്ട് പോകുന്നത് ബോംബെ ഗുജറാത്ത് ഭാഗത്തേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ കുറെ ഉള്ളിയും കയറ്റി, അതായത് ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ബോംബെയിലേക്കും അന്നിടത്തേക്ക് വളപട്ടണത്തേക്ക്. എന്നാൽ പിൽക്കാലത്ത് തേങ്ങയ്ക്കുണ്ടായ വില തകർച്ചയും മണ്ടരി പോലുള്ള രോഗങ്ങളുടെ കടന്നുവരവും നാളികേര കൃഷിരംഗത്തു നിന്നും നല്ലൊരളവോളം ആളുകൾ പിൻവലിയാൻ കാരണമായി. മണ്ടരി രോഗം പിടിച്ച് വളരെയധികം നശീകരണത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണ്. കൃഷിക്കാരൻ തീരെ ഒക്കാത്ത പരിസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവിധ കൃഷി മേഖലകളിലും ഇപ്പോൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. മറ്റുള്ള കൃഷിയെ പറ്റി പറയാമെന്ന് വെച്ചാലും അതുപോലെ തന്നെയാണ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. അതുകൊണ്ട് കൃഷിക്കാരന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ട കാലഘട്ടമായി ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷിയുടെ കാര്യവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. 100 ഏക്കർ വരുന്ന നെൽപ്പാടങ്ങളിൽ വർഷത്തിൽ 2 തവണകളായി കൃഷി ഇറക്കിയിരുന്ന ഒരു ഭൂതകാലമാണ് മാട്ടൂലിന്റേത്. ഇവിടുത്തുകാർക്ക് ആവശ്യമുള്ളത്ര നെല്ല് ഈ ദേശത്ത് തന്നെ കൃഷി ചെയ്തിരുന്നു അത്രേ. നെല്ലിന്റെ വിളവെടുപ്പിന് ശേഷം ആ പാടങ്ങളിൽ വെള്ളരിക്ക, വത്തക്ക, കുമ്പളങ്ങ, ഉഴുന്ന് തുടങ്ങിയവയുടെ കൃഷിയും ചെയ്തിരുന്നു. കാർഷിക മേഖലയിലുണ്ടായ തകർച്ച മറ്റു പ്രദേശങ്ങളിലെന്ന പോലെ ഈ ഗ്രാമത്തെയും ഗ്രസിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ മേഖലയിൽ നിന്നും ഇവിടുത്തുകാർ പൂർണ്ണമായും പിറകോട്ടു പോവുകയും നെൽപ്പാടങ്ങളും മറ്റും നികത്തി പാർപ്പിടങ്ങളും കെട്ടിടങ്ങളും പണിതുയർത്താൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഉദ്ദേശം 40 വർഷങ്ങൾക്ക് മുൻപ് വരെയും ഈ മാട്ടൂൽ ദേശത്തുള്ള നല്ലൊരു ശതമാനം ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിരുന്നു. ഗൾഫ് മരുഭൂമിയിൽ എണ്ണയുടെ ഉറവ കണ്ടു തുടങ്ങിയതോടെ ഉരുവിലും ചരക്ക് കപ്പലിലുമായി മറ്റു പ്രദേശങ്ങളിൽ നിന്നെന്ന പോലെ ഈ ദേശത്തുകാരും അന്നം തേടി ഗൾഫ് മരുഭൂമിയിലേക്ക് പോയി തുടങ്ങിയിരുന്നു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൽ കാണുന്ന സർവത്ര പുരോഗതിയുടെയും പിന്നിലെ നിർണായക ശക്തി ഇവിടുത്തെ സാധാരണക്കാരായ ഗൾഫ് പ്രവാസി സഹോദരങ്ങളാണ്. ഇവിടെ കാണുന്ന കൊട്ടാര സമാനമായ ഭവനങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഇത്തരം സാധാരണക്കാരുടെ പ്രവാസി ജീവിതത്തിൽ രക്തവും വിയർപ്പും നൽകിയുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നുള്ളവയാണ്. ഉദയം മുതൽ അസ്തമയം വരെ ഗൾഫ് മരുഭൂമിയിൽ അധ്വാനിച്ചു തളർന്ന ശരീരവുമായി പൊട്ടിക്കരയുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഇവിടുത്തെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ 10ഉം അതിലധികവും പേർ അങ്ങകലെ സ്വന്തം ജന്മനാട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ആയുസ് മുഴുവനും ഇവിടെ ജീവിച്ചു തീർക്കുകയാണ്. വ്യാവസായിക രംഗത്ത് വലിയൊരു പാരമ്പര്യം ഈ ദേശത്തിന് അവകാശപ്പെടാനില്ലെങ്കിലും അടുത്തിടെയായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ യൂണിറ്റുകൾ വരും നാളുകളിൽ ഈ ദേശത്ത് ആരംഭിച്ചേക്കാവുന്ന വൻകിട വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. മാട്ടൂൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന ലെബനാൻ ബേക്കിംഗ്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമടക്കം 20ലധികം പേർ ദിവസവേതന വ്യവസ്ഥിതിയിൽ ജോലി ചെയ്തു വരുന്നുണ്ട്.
ഇവിടെ നിന്നും ഗൾഫ് നാടുകളിൽ പ്രിയപ്പെട്ട ഭക്ഷണ ഇനമായ ഖുബൂസ് നിർമ്മിക്കപ്പെടുന്നു. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഖുബൂസ് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒപ്പം അയൽ സംസ്ഥാനമായ കർണാടകയിലെ മംഗലാപുരം എന്നിവിടങ്ങളിലേക്കും ദിവസേന കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഖുബൂസ് നിർമ്മാണം നടത്തുന്ന കേരളത്തിലെ അപൂർവം ചില ബേക്കറികളിൽ ഒന്നാണ് ഇവിടുത്തെ ലബനാൻ ഖുബൂസ് ബേക്കറി. ഈ ദേശത്തെ പൗരാണിക തൊഴിലിനങ്ങളിൽ ഒന്നാണ് കയർ അഥവാ ചൂടിപിരി. അടുത്ത കാലത്തുവരെ ഈ പ്രദേശങ്ങളിലെ ബഹുഭൂരിഭാഗം വീടുകളിലും ഒരു കൈത്തൊഴിൽ എന്ന രീതിയിൽ ചെയ്തു വന്നിരുന്ന ഇനമായിരുന്നു ചൂടിപിരി. ഇത്തരത്തിൽ കടാണി ചൂടി, നേരിയ ചൂടി, കുലക്കയർ എന്നിങ്ങനെ പല രീതിയിലുള്ള ചൂടികൾ വീടുകളിൽ വെച്ച് നിർമ്മിച്ച് കടകളിൽ വിൽപ്പന നടത്തിയിരുന്നു. എന്നാൽ ഇന്നിത് ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ 2-ലധികം കയർ വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും നിർമ്മിക്കപ്പെടുന്ന കയർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു. Celebrating 25 years of sending money across the world. Smile across miles. UAE Exchange. A name synonymous with exceptional quality service. കേരളത്തിലെ വിശിഷ്യ മലബാറിലെ, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ഏതൊരു ഗ്രാമത്തെയും പോലെ സാംസ്കാരിക പൈതൃകങ്ങളുടെ സമ്പന്നമായൊരു ഭൂതകാലം മാട്ടൂലിനുമുണ്ടായിരുന്നു. മതജാതി ഉപജാതി സംസ്കാരങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സാമൂഹ്യാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും തൽസംബന്ധിതമായ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ആചരിച്ചു വന്നിരുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നാടൻ കലകൾ അന്നേ മാട്ടൂലിൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് പലതും കേവലം കലാരൂപങ്ങൾ മാത്രമായി മത്സരവേദികളിൽ എത്തിയെന്നുള്ളത് നേര്. ഉദാഹരണമായി ഒപ്പന ഇന്ന് മത്സര ഇനമായാണ് വ്യാപരിക്കപ്പെടുന്നത്. എന്നാൽ ഇത് ഒരു കാലത്ത് മുസ്ലിം വിവാഹാഘോഷത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അനുഷ്ഠാന കല തന്നെയായിരുന്നു.